നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. ദേശീയപാത വികസനമടക്കം 10,800 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. ദേശീയപാത 66 ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. ചടങ്ങ് ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ദേശീയപാത ഉദ്ഘാടനത്തെ ചൊല്ലി രാഷ്ട്രീയ പോര്. സമാന്തരമായി റോഡ് ഷോ നടത്തി മന്ത്രി മുഹമ്മദ് റിയാസ്. കേന്ദ്രം ജനാധിപത്യ മര്യാദ കാണിച്ചില്ലെന്ന് മന്ത്രി. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അർഹതപ്പെട്ട ആളുകളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനാധിപത്യ രീതിയല്ല. പരിഹസിച്ച് രാജീവ് ചന്ദ്രശേഖർ. മറുപടി നൽകി MP ഗോവിന്ദൻ. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. മരുമകനായതുകൊണ്ടാണോ PWD മിനിസ്റ്റർ ആകുന്നത്? മരുമകനായതുകൊണ്ടാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഒപ്പിടുമ്പോൾ കേരളത്തിന് വേണ്ടി ഒപ്പിടുന്നത് ഈ വകുപ്പാകുന്നത്? जो अब तक नहीं बदला अब बदलेगा. अब केरलम आगे बढ़ेगा. मारा तत्मारुम इनी केरलम वलारुम. BJPക്ക് അധികാരം നൽകിയാൽ കേരളത്തിൽ വികസനം ഉറപ്പാക്കുമെന്ന് മോദിയുടെ ഗ്യാരണ്ടി. ജയ് കേരള, ജയ് വികസിത കേരളം എന്ന മുദ്രാവാക്യം നടപ്പിലാക്കും. സോളാറും സ്വർണ്ണക്കവർച്ചയും മാസപ്പടിയും പരാമർശിച്ച് മോദി. കേരളത്തിലെ എയിംസിന് എന്താണ് കാലതാമസമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. എന്തുകൊണ്ട് കേരളം എയിംസിന് അനുയോജ്യമല്ലെന്ന് ചോദ്യം. നയപരമായ തീരുമാനത്തിന്റെ പേരിൽ വിവേചനം കാണിക്കരുതെന്നും കോടതി. പശ്ചിമേഷ്യൻ യുദ്ധം അതിരൂക്ഷം. ഇറാനിലേക്ക് ആക്രമണം കടുപ്പിച്ച് US-ഉം ഇസ്രായേലും. ഇറാൻ സ്ഥാപിച്ച 16 മൈനുകൾ നശിപ്പിച്ചതായി അമേരിക്കൻ അവകാശവാദം. സാധാരണക്കാർ കഴിയുന്ന 10,000-ഓളം ഇടങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇറാൻ. ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു. കുംഭമേളയിലൂടെ വൈറലായ മൊണാലിസയ്ക്ക് കേരളത്തിൽ വിവാഹം. അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വിവാഹിതയായി. അഭയം തേടിയെത്തിയത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ. വാർത്തയിലേക്ക് വിശദമായി. ദേശീയപാത വികസനം അടക്കമുള്ള 10,800 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയപാത 66 ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനവും മോദി നിർവഹിച്ചു. മേക്ക് ഇൻ ഇന്ത്യ വഴി പെട്രോളിയം മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്നും BPCL കൊച്ചി റിഫൈനറി പോളിപ്രൊപ്പലൻ യൂണിറ്റ് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാലക്കാട് പൊള്ളാച്ചി ട്രെയിൻ സർവീസും അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും മോദി നിർവഹിച്ചു. അതേസമയം മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും ചടങ്ങ് ബഹിഷ്കരിച്ചു. That's a live streaming from Palakkad railway station, as we can see. एनडीए सूरत गढ़े आत्मनिर्भर भारत बनाने के लिए, मेक इन इंडिया के लिए पेट्रोलियम सेक्टर का विस्तार बहुत आवश्यक है. BJPക്ക് അധികാരം നൽകിയാൽ കേരളത്തിൽ വികസനം ഉറപ്പാക്കുമെന്ന് മോദിയുടെ ഗ്യാരണ്ടി. LDF-ഉം UDF-ഉം കേരളത്തിലെ യുവത്വത്തെ വഞ്ചിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇടത് വലത് മുന്നണികളാണ് കേരളത്തിന്റെ വികസന മുരടിപ്പിന് കാരണമെന്നും മോദി കുറ്റപ്പെടുത്തി. केरलम के तेज विकास के लिए इस पैटर्न को तोड़ना जरूरी है. इसलिए इस बार आप यहां बीजेपी NDA सरकार बनाइए. आपने कांग्रेस और लेफ्ट को 70 साल से अधिक दिए हैं. अब बीजेपी NDA को अगले 5 साल सेवा करने का मौका दीजिए. आपको
विकसित केरलम की शानदार झलक दिखने मिलेगी। आपके पास मोदी की गारंटी है, जो अब तक नहीं बदला, अब बदलेगा। अब केरलम आगे बढ़ेगा। मारा तजमारुम इनी केरलम वलारुम। അഴിമതിയിൽ LDFും UDFും കൂട്ടുകച്ചവടക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോളാർ അഴിമതി, ശബരിമല സ്വർണ്ണ കവർച്ച, ഇത് രണ്ടും ചൂണ്ടിക്കാട്ടിയായിരുന്നു മോദിയുടെ വിമർശനം. हो या फिर UDF, दोनों के नाम अलग है, लेकिन कारनामे एक जैसे ही है। LDF, UDF करप्शन में पार्टनर है, क्राइम में पार्टनर है, कम्युनलिज्म फैलाने में पार्टनर है, डेवलपमेंट रोकने में पार्टनर है। ये इंडस्ट्री को बर्बाद करने में भी पार्टनर है। കോൺഗ്രസിനെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗൾഫ് സംഘർഷത്തിലെ ഇന്ത്യക്കാരുടെ ആശങ്കകൾക്കിടയിലും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മോദി വിമർശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ഇന്ത്യക്കാർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. गल्फ के हमारे सभी मित्र देशों की सरकारें भी हमारे देश के नागरिकों का पूरा ध्यान रख रही है। मैं उन सभी सरकारों का भी आभारी हूं। वहां हर देश में जो हमारी एम्बेसीज है, हमारे मिशन है, वे 24/7 उनकी मदद कर रहे हैं। किसी को भी खाना पीना चाहिए, मेडिकल हेल्प चाहिए, रहने के लिए हेल्प चाहिए, कानूनी सहायता चाहिए, ये सब सुनिश्चित किया जा रहा है। लेकिन साथियों, ये बहुत बड़ा दुर्भाग्य है कि कांग्रेस पार्टी इतने बड़े वैश्विक संकट में भी राजनीति ढूंढ रही है। कांग्रेस पार्टी जानबूझकर उकसाने वाले बयान दे रही है, गैर जिम्मेवार बयान दे रही है, ताकि स्थितियां बिगड़ जाएं, हमारे लोग वहां संकट में फंस जाएं और फिर ये लोग मिलकर मोदी को गालियां देने का, रील बनाने का अभियान शुरू कर सके। यही उनका खेल है। ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ അവഗണിച്ചതിന് പിന്നാലെ സമാന്തര പരിപാടിയുമായി സർക്കാർ. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ ദേശീയപാതയിൽ റോഡ് ഷോ നടത്തി. LDF സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ ദേശീയപാത യാഥാർത്ഥ്യമാകില്ലായിരുന്നുവെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാഷ്ട്രീയമായി മറുപടി നൽകാതെ വ്യക്തിപരമായി പരാമർശങ്ങൾ നടത്തുന്നത് ശാരീരികമായി ആക്രമിക്കുന്നതിനേക്കാൾ വേദനയുണ്ടാക്കുന്നതാണെന്നും റിയാസ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. അഭിമാനകരമായ പദ്ധതി ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ചും പൊതുമരാമത്ത് മന്ത്രിക്ക് ക്ഷണമില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഒരു പ്രതിഷേധമെന്നോ അല്ലെങ്കിൽ അതിലുള്ള ഒരു പരിഭവമെന്നോ ഒക്കെ പറയാവുന്ന രീതിയിൽ ഒരു റോഡ് ഷോയുമായി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒരുപാട് ആളുകളാണ് ഈ റോഡ് ഷോയ്ക്ക് പിന്തുണയുമായി ഒപ്പം കൂടിയിരിക്കുന്നത്. ജനപ്രതിനിധികൾ, MLA-മാർ അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ നീളാം. സർഗത വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന് കാരണമായത് ദേശീയപാതയാണ്. അതിൽ സാധാരണ ഒരു ദേശീയപാത എന്ന് പറഞ്ഞാൽ പോരാ, സംസ്ഥാനം ഏറെ പണം മുടക്കിയ ഒരു ദേശീയപാത കൂടി. ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് താങ്കളെ അടക്കം മാറ്റി നിർത്തിയിരിക്കുന്നത്. അല്ല, ഇത് ഈ പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമായി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കുകയാണ്. അത് 5-10 കോടിയല്ല, 5600 കോടി. പിന്നീട് അതിനെ കടമെടുപ്പ് പരിധിയിൽ പെടുത്തിയപ്പോൾ അത് ഡബിളായി, 12,000 കോടിയായി. 2016 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അത്തരത്തിലൊരു നിലപാട്
സ്വീകരിക്കാതെ പോയിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടായില്ലായിരുന്നു. അത്തരമൊരു നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യം. ഈ ബൈപ്പാസൊക്കെ 2021 ഈ ഗവൺമെന്റ് വരുമ്പോൾ മുടങ്ങിക്കിടക്കില്ല. ഈ 2 MLA-മാർ ഇവിടെ ഇല്ലേ? എത്ര തവണ ഞങ്ങളിൽ ഇടപെട്ടാണ്. കരാറുകാരനെ തന്നെ അവസാനം കർക്കശ നിലപാട് സ്വീകരിച്ച് അന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ. അങ്ങനെ വന്നൊരു പദ്ധതി, ആ പദ്ധതിയുടെ ഉദ്ഘാടന ഘട്ടത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അർഹതപ്പെട്ട ആളുകളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനാധിപത്യ രീതിയല്ല. ഇപ്പോ ചൂരൽമല ദുരന്തത്തിന്റെ വീട് നിർമ്മാണം കഴിഞ്ഞ് വീട് നൽകുന്ന പരിപാടിയിൽ ഞങ്ങൾ 4 മന്ത്രിമാരുണ്ടായിരുന്നു. അധ്യക്ഷൻ റവന്യൂ മന്ത്രിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 മന്ത്രിമാർ, അവിടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിമാർ ഞങ്ങൾ നിശ്ചയിച്ചു ആ ജില്ലയിലുള്ള കേള് മിനിസ്റ്റർ മാത്രം സംസാരിച്ചാൽ മതി. ഞാനും ശശീന്ദ്ര മിനിസ്റ്റർ സംസാരിക്കുന്നില്ല, കാരണം സമയ പരിമിതിയുണ്ട്. പക്ഷേ കൽപ്പറ്റ MLA അദ്ദേഹത്തെ നിർബന്ധമായിട്ട് സംസാരിപ്പിക്കണം. അതേ UDF ആണ്. ഞങ്ങൾ അതല്ല നോക്കിയത്, അവിടുത്തെ MLA ആണ്, വിളിക്കണം. വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയായിരുന്നു, മന്ത്രിമാരെ ഏതായാലും സംസാരിക്കുന്നില്ല, അപ്പൊ MLA മന്ത്രിമാരും സംസാരിക്കേണ്ടെന്ന് പറയാമായിരുന്നു. പക്ഷെ ജനാധിപത്യത്തിൽ ചില മര്യാദകളുണ്ട്, ആ മര്യാദകൾ പാലിക്കപ്പെടണം. ഇവിടെ ആ മര്യാദകളെ കാറ്റിൽ പരത്തിയിരിക്കുകയാണ്, മര്യാദകൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. പകരം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ മുഖ്യാതിഥിയാക്കിയിരിക്കുകയാണ്. അത് എന്ത് രീതിയാണ്, എന്ത് ന്യായമാണ്, എന്ത് ജനാധിപത്യപരമായ പിൻപറ്റേണ്ട കാര്യമാണെന്ന് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? അല്ലല്ലോ. ഗോവിന്ദൻ മാഷിയും സഖാവ് ബിനോയ് വിശ്വത്തെയും CPM-ന്റെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിമാരെ ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രൊജക്ട് ഉദ്ഘാടനത്തിൽ മുഖ്യാതിഥികളാക്കി ഞങ്ങൾക്ക് ഇരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങനെ ഒരു രീതിയുണ്ടോ? അപ്പൊ ഇതൊക്കെ എവിടേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിക്കൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിന്ന് ഈ സർക്കാർ ചവിട്ടി പുറത്തേക്ക് പോവില്ല. ജനങ്ങൾ ചേർത്ത് പിടിക്കും സർക്കാരിനെ. ഇത് ഒരു പൊതുമരാമത്ത് മന്ത്രി ഒരു സർക്കാരിനെ അപമാനിക്കലല്ല, ഇത് കേരളത്തെ അപമാനിക്കലാണ്. കേരളം ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ വകവെക്കാത്ത നിലപാട് ജനാധിപത്യ വിരുദ്ധാണ്. ഇത് ഓരോ മലയാളി അപമാനിക്കലാണ്. 60 മീറ്റർ വീതി, പിന്നീട് അലൈൻമെന്റ് പ്രശ്നം, ഒടുവിൽ ഓഫീസ് തന്നെ പൂട്ടിപ്പോയ ചരിത്രമുണ്ട് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ദേശീയപാതയ്ക്ക്, ഇല്ലേ? അത്തരമൊരു ഇച്ഛാശക്തിയുള്ള നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു വസ്തുത കൂടെ നിലവിലില്ലേ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. അത് ശ്രീ നിതിൻ ഗഡ്കരി എത്ര തവണ അഭിനന്ദിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി, നമ്മളൊക്കെ കേട്ടതും കണ്ടതുമല്ലേ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ എത്ര തവണ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടലിനെ പ്രകീർത്തിച്ചാണ്. വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള ഇടപെടൽ, ഫീൽഡിൽ വന്നിട്ടുള്ള ഇടപെടൽ, എല്ലാ ഇടപെടലും പ്രകീർത്തിച്ചല്ലേ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നിട്ട് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയുക? അതിന് എന്തൊക്കെ ആക്ഷേപമാണ്? രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം വ്യക്തിപരമായ അധിക്ഷേപമല്ലേ BJP സ്റ്റേറ്റ് പ്രസിഡന്റും നേതാക്കന്മാരും നടത്തുന്നത്? അത് ഒരു ശരിയായ കഴിവ്. അതായത് നമ്മളൊക്കെ ആണെങ്കിൽ പോലും ഈ റോഡ് ഓരോ ഇടത്തും പൊളിയുമ്പോൾ അല്ലെങ്കിൽ പാലം തകരുമ്പോൾ ഞങ്ങൾ ആദ്യം ഓടി വരുന്നത് താങ്കളുടെ അടുത്തേക്കാണ്. അത് താങ്കൾക്കല്ല ഇതിന്റെ നിർമ്മാണ ചുമതല, അല്ലെങ്കിൽ താങ്കളല്ല, സർക്കാർ ഏജൻസി അല്ല, PWD അല്ല ഇത് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ BJPക്കാർക്ക് അറിയാം, കോൺഗ്രസ്സുകാർക്ക് അറിയാം. പക്ഷെ അവരൊക്കെ ആദ്യം ചോദിക്കുന്നത് മന്ത്രി റിയാസ് എവിടെയെന്നാണ് ചോദിക്കുന്നത്. അതായത് നിർമ്മാണത്തിൽ വരുന്ന പാകപ്പിഴകളുടെ അല്ലെങ്കിൽ അതിൽ വരുന്ന താമസത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം താങ്കൾക്ക്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അത് ജനങ്ങൾക്ക് ഇതിന്റെ അനുഭവവേദ്യമാകുമ്പോൾ ഉത്തരവാദിത്വം താങ്കൾക്ക് തരുന്നില്ല. അതൊരു വിരോധാഭാസമല്ലേ? അതിലൊന്നും അർത്ഥമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ള റോൾ എല്ലാവർക്കും അറിയാം. 5600 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് മുടക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരല്ല കേരളത്തിൽ ഭരണം നടത്തുന്നെങ്കിൽ ഈ പദ്ധതി ഇല്ല. എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഒരു ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കിയിട്ടോ കുറച്ച് വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടോ ഒന്നും പോയത് കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നതല്ല. ജനങ്ങളുടെ മനസ്സിൽ ഇതൊക്കെയുണ്ട്. ജനങ്ങളിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ കാര്യവും ജനങ്ങൾക്കറിയാം. ഒരു പോസ്റ്റർ പതിയുന്നത് പോലെ ജനങ്ങളുടെ മനസ്സിൽ NH-66 വേണ്ടി LDF സർക്കാർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. താങ്കൾ സ്കൂൾ കാലത്ത്, കോളേജ് കാലത്തൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നു, യുവജന സംഘടനയിലൂടെ വന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ യുവജന സംഘടന ആയതാണ്. താങ്കളെ ഒരു കേവലം ഒരു ബന്ധത്തിന്റെ പേരിൽ അങ്ങനെ ആക്ഷേപിക്കുന്നതിനെ എങ്ങനെ കാണുന്നു? സ്ഥിരമാണ്, പക്ഷെ ഇത്തരം ഒരു വലിയ ചടങ്ങിന്റെ ദിവസം പോലും അങ്ങനെ ആക്ഷേപിക്കുന്നു. താങ്കൾ അവിടെ പോയി പറയട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മനുഷ്യനെ ശാരീരികമായി വകവരുത്താം, അതുപോലെ തന്നെ മാനസികമായി ഇല്ലായ്മ ചെയ്യാൻ, വ്യക്തിഹത്യ നടത്താൻ, വ്യക്തി അധിക്ഷേപം നടത്താനൊക്കെ തുനിയുന്നവരുടെ ലക്ഷ്യം ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസം തകർക്കുക. ഇതിനൊന്നും പറ്റാത്തവനാണ് നീ എന്ന് സ്വയം തോന്നിച്ച് വരുത്തി തീർക്കാൻ തുടർച്ചയായി അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഒരു മന്ത്രി നേരിടത്തത്ര വ്യക്തി അധിക്ഷേപം ഞാൻ നേരിട്ടിട്ടുണ്ട്. വ്യക്തി അധിക്ഷേപം, അതായത് ചരിത്രം, എന്റെ ചരിത്രത്തെ മായ്ച്ചു കളയുന്ന ബോധപൂർവമായ ശ്രമം. മറ്റ് സാമൂഹിക പ്രവർത്തകരിൽ വലിയൊരു ശതമാനവും
അക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക, അനർഹനാണ് എന്ന് പറഞ്ഞ് ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കുക, അത് ചെറിയ കാര്യമല്ല. അത് അവനവന് വരുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ അതിലൊന്നും തളരുന്നവരല്ല ഞങ്ങളാരും. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനം. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ മത്സരിച്ച ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ വലിയ നിലയിൽ ഇതുപോലെ അധിക്ഷേപം നടത്തിയാണ്. പക്ഷേ സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷമാണ് ജനങ്ങൾ നൽകിയത്. ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു മന്ത്രി ചെയ്യുന്ന നല്ല കാര്യവും ചീത്ത കാര്യവും വേർതിരിച്ച് അതിനെ വിമർശിക്കുന്നതിന് പകരം എന്തു പറഞ്ഞാലും വ്യക്തി അധിക്ഷേപം നടത്തി പോകുന്ന രീതി ശരിയാണോ? മലയാളി അതിനോടൊപ്പമല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും അതാണ് കാര്യങ്ങൾ. കാരണം ഒരുപാട് സംസ്ഥാന സർക്കാർ കഷ്ടപ്പെട്ട ഒരു ദേശീയപാത നിർമ്മാണ പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് ക്ഷണിക്കാത്തതിനെ തുടർന്നുള്ള വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഒരുപാട് ആളുകളാണ് വാഹന വ്യൂഹത്തിലും അല്ലാതെയുമൊക്കെ ഈ മന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത്. ഒപ്പം വഴിയരികിൽ പലയിടങ്ങളിലും കൊടികളുമായി ഈ റോഡ് ഷോയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ആളുകളെയും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. ഒപ്പം തനിക്കെതിരെ വ്യക്തിപരമായി ഉയർന്നിരിക്കുന്ന അധിക്ഷേപങ്ങൾക്കും കൃത്യമായി മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകുന്നുണ്ട്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിൽ പരിഹാസവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുഖ്യമന്ത്രിയെ ക്ഷണിക്കാം, മരുമകനെ ക്ഷണിക്കണം എന്നില്ലല്ലോ. CPMന്റെ കൂടെ ആര് വരണം എന്നത് അദ്ദേഹത്തിന് തീരുമാനിക്കാം. ഇത് തെരഞ്ഞെടുപ്പ് കാലത്തെ തന്ത്രം മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോ മുഖ്യമന്ത്രിന്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അറിയാലോ, ഇത് 5, 6, 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പൊ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതെല്ലാം വിവാദം സൃഷ്ടിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറയുന്നു. ഈ വിവാദ രാഷ്ട്രീയത്തിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊപ്പം ഒരു മന്ത്രി വരണമെങ്കിൽ നിങ്ങൾ അത് ഗവൺമെന്റിനോട് പറഞ്ഞ എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? ഇനിയിപ്പോൾ മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പ്രോട്ടോകോൾ പ്രകാരം ഹെഡ് ഓഫ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വിളിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്രയോ പ്രോഗ്രാം ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിനൊപ്പം മരുമനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? മന്ത്രി മുഹമ്മദ് റിയാസിനെ അധിക്ഷേപിച്ച് BJP ജനറൽ സെക്രട്ടറി S. സുരേഷ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിൽ പരാതിയുണ്ടെങ്കിൽ അമ്മായിയപ്പനോട് പറഞ്ഞാൽ മതി. ദേശീയപാത കുടുംബത്തിന്റെ പാതയല്ല, പൊതുമരാമത്ത് മന്ത്രി അല്ലല്ലോ സംസ്ഥാനം ഭരിക്കുന്നതെന്നും S. സുരേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ബഹുമാന്യനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെയും കൂടെ ക്ഷണിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബകാര്യമല്ല, ഇത് കേരളത്തിന്റെ പൊതുകാര്യമാണ്. കേരളത്തിന്റെ പൊതുകാര്യത്തിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി റിയാസിനെയും കൂടെ ക്ഷണിക്കണമെന്ന് അദ്ദേഹം PMOയിൽ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ റിയാസും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വേദിയിലെത്താൻ പറ്റൂ എന്ന് അദ്ദേഹം നേരത്തെ PMOയിൽ അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ PMO അത് കൺസിഡർ ചെയ്യുമായിരുന്നു. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ടതാണ്. അത് കേരളത്തിന്റെ ഒരു പ്രൈഡാണ്. ദേശീയപാത ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ പാതയല്ലല്ലോ. അതിനല്ലേ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ എല്ലാവരെയും ക്ഷണിക്കണമെന്ന് ഏത് പ്രോട്ടോക്കോളാണ്? റിയാസ് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ടേ. ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടികൾക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം പരിപാടി വന്നിട്ടുണ്ടാവും. ആ പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കണം. ഇനി റിയാസും കൂടെ ഉണ്ടെങ്കിലേ പങ്കെടുക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ദേശീയപാത ഉദ്ഘാടനത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെ പൂർണ്ണമായും ഒഴിവാക്കിയത് കേരളത്തോട് BJP സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലെന്ന് CPM. പൊതുമരാമത്ത് മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് 2ാം റീച്ച് കടന്നുപോകുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് വിചിത്രമായ നടപടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. റിയാസിനെക്കുറിച്ചുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശം തോന്നിയവാസ ചോദ്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വകുപ്പ് മന്ത്രിയെ അറിയിക്കാതെ അതിൽ പങ്കെടുക്കുന്നത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അതിൽ പങ്കെടുപ്പിക്കുന്നത്? അപ്പോൾ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു ഫാസിസ്റ്റ് പ്രവണത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള
കാര്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. മരുവാനായതുകൊണ്ടാണോ PWD മിനിസ്റ്റർ ആകുന്നത്? മരുവാനായതുകൊണ്ടാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഒപ്പിടുമ്പോൾ കേരളത്തിന് വേണ്ടി ഒപ്പിടുന്നത് ഈ വകുപ്പാകുന്നത്? വകുപ്പാണ് പ്രശ്നം. നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും വെറുതെ വേണ്ടാതെ തോന്നിയാസം ചോദ്യം ചോദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ BJPയുടെ രാഷ്ട്രീയ വേദികളാക്കി ഉദ്ഘാടന ചടങ്ങുകളെ മാറ്റുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സർക്കാർ കൂടി പണം മുടക്കിയാണ് ദേശീയപാത യാഥാർത്ഥ്യമാക്കിയത്. ചടങ്ങിൽ പ്രോട്ടോകോൾ ലംഘനം നടന്നതായും വി ശിവൻകുട്ടി ആരോപിച്ചു. വികസനം തടയാൻ നോക്കിയവർ പിതൃത്വം ഏറ്റെടുക്കുന്നതായും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന് നൽകിയ സംഭാവന വട്ടപൂജ്യമെന്നും ശിവൻകുട്ടി വിമർശിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, അത് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങുകൾ BJPയുടെ രാഷ്ട്രീയ വേദികളാക്കി മാറ്റുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ പൊതുപരിപാടികൾ BJP നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന രീതിയാണ് കണ്ടുവരുന്നത്. സംസ്ഥാന സർക്കാർ കൂടി വലിയ തോതിൽ പണം മുടക്കി ഭൂമി ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ദേശീയപാത 66ന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ ബോധപൂർവം ഒഴിവാക്കുന്നത് അത്യന്തം ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിന് കൃത്യമായ ക്ഷണമില്ല, പ്രോട്ടോകോൾ ലംഘനം ഉണ്ട്. ഇത് BJPയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. ദേശീയപാത വികസനത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ നേരിട്ട് പണം ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. വികസനത്തെ മുഴുവൻ തടയാൻ നോക്കിയവർ ഇന്ന് ഇതിന്റെ എല്ലാം പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പോവുകയാണ്. കാരണം അന്ന് NH 66ന്റെ നിർമ്മാണ പ്രവർത്തനം ഏതെല്ലാം നിലയിൽ തടയാൻ പറ്റുമോ ആ നിലയിലൊക്കെ തന്നെ തടയുന്നതിന് വേണ്ടി പല കോണുകളിൽ നിന്നുള്ള പരിശ്രമം നടത്തിയിട്ട് പോലും അതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിലെ എയിംസിന് എന്താണ് കാലതാമസമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. എന്തുകൊണ്ട് കേരളം എയിംസിന് അനുയോജ്യമല്ലെന്നും ഹൈക്കോടതി ചോദിച്ചു. നയപരമായ തീരുമാനത്തിന്റെ പേരിൽ മാത്രം വിവേചനം കാണിക്കരുതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മന്ത്രിസഭാ തീരുമാനവും ഫണ്ട് വകയിരുത്തലും ആവശ്യമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ വാദം. 22 എയിംസ് അനുവദിച്ചതിലെ മാനദണ്ഡം എന്തെന്നും കോടതി ആരാഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. ഇറാന്റെ ആകാശത്തും കടലിലും US-ഉം ഇസ്രായേലും ആക്രമണം കടുപ്പിക്കുന്നു. ടെഹ്റാനിലടക്കം ആക്രമണ പരമ്പര തുടരുകയാണ്. അമേരിക്കയും ഇസ്രായേലും സാധാരണക്കാർ കഴിയുന്ന 10,000-ഓളം ഇടങ്ങൾ ആക്രമിച്ചെന്ന് ഇറാൻ ആരോപിച്ചു. US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾ എത്തുന്നത് തടയാൻ ഇറാൻ സ്ഥാപിച്ച 16 മൈനുകൾ നശിപ്പിച്ചതായി US സൈന്യം വ്യക്തമാക്കി. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ യുക്രൈൻ സൈനിക ഉദ്യോഗസ്ഥരും യുദ്ധോപകരണങ്ങളും എത്തുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ സുപ്രധാന ഇടപെടലുമായി ഇന്ത്യ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാനുമായി സംസാരിച്ചു. നിലവിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചിയുമായി വിശദമായി സംസാരിച്ചു. ബന്ധം തുടരുമെന്നും S. ജയശങ്കർ വ്യക്തമാക്കി. ഇടവേള. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ.
കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ എലോൺ മസ്ക് ഒന്നല്ലല്ലോ. But I can offer something good. അരമണിക്കൂറിൽ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാം. തിരുവമ്പാടി സീറ്റിൽ ആരോഗ്യകരമായ ചർച്ച തുടരുകയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. എംപിമാർ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ വളരെ ആരോഗ്യകരമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ പ്രൊസീജിയർ ഉണ്ട്. ഇപ്പോൾ കേന്ദ്ര നേതാക്കളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഞങ്ങളുടേത് ഞങ്ങൾ സാദിഖ് അലി ശിഹാബ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷതയിൽ ചേർന്ന് നടക്കേണ്ട ആ ഒരു പ്രൊസീജിയർ ബാക്കിയുണ്ട്. ആരോഗ്യകരമായ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, അതിനെക്കുറിച്ച് ഞാനിപ്പം പറയില്ല. അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ട, ലീഗ് തീരുമാനം. അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളാണ്. അതിൽ നോ കമന്റ്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ പ്രചാരണ ബോർഡുകൾ തയ്യാറാക്കി ജ്യോതികുമാർ ചാമക്കാല. തൊടുപുഴയിൽ 1500 ഫ്ലെക്സ് ബോർഡുകളാണ് തയ്യാറാക്കിയത്. കൂടെയുണ്ട് ചാമക്കാല എന്ന പ്രചരണ വാക്യമാണ് ഫ്ലെക്സിലുള്ളത്. എന്നാൽ മണ്ഡലം ഏതാണെന്ന് ഫ്ലെക്സിൽ പരാമർശിക്കുന്നു. VK ശ്രീകണ്ഠൻ MPക്കെതിരെ പാലക്കാട് ഫ്ലെക്സ്. മലമ്പുഴ സീറ്റിനായി BJPയുമായി അന്തർധാര നടത്തി എന്നാണ് ഫ്ലെക്സിലെ ആരോപണം. സേവ് കോൺഗ്രസിന്റെ പേരിൽ കോട്ട മൈതാനത്താണ് ഫ്ലെക്സ് ഉള്ളത്. മലമ്പുഴയിൽ A സുരേഷിനെ UDF സ്ഥാനാർത്ഥിയാക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. കോവളം സീറ്റ് ഏറ്റെടുക്കാൻ CPMൽ ആലോചന. മണ്ഡലത്തിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കും. 2 ജനതാ പാർട്ടികളും അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് CPM നീക്കം. മറ്റന്നാൾ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം ഉണ്ടാകും. മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രന് വെല്ലുവിളിയായി ഇത്തവണയും K സുന്ദര മത്സര രംഗത്തേക്ക്. 2016 89 വോട്ടിന് സുരേന്ദ്രൻ പരാജയപ്പെട്ടപ്പോൾ 467 വോട്ടാണ് അപർനായ K സുന്ദര നേടിയിരുന്നത്. അന്ന് സുരേന്ദ്രന്റെ പരാജയത്തിനിടയാക്കിയത് K സുന്ദരയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയായി സുന്ദര എത്തിയിരുന്നെങ്കിലും
അവസാന നിമിഷത്തിൽ നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നാലെ കോഴ വിവാദവും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ ഉണ്ടായെങ്കിലും കേസിൽ പ്രതികളെ കോടതി വെറുതെ വിടുകയായിരുന്നു. സുന്ദര ഇപ്പോൾ CPM നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സംസ്ഥാനത്തെ ആദ്യ മണ്ഡലമായ മഞ്ചേശ്വരം എന്നും വിവാദങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചാ വിഷയങ്ങൾക്കും കേന്ദ്രമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന പേര് കെ സുന്ദരയുടേതാണ്. കാരണം കെ സുരേന്ദ്രന്റെ തോൽവിക്ക് പ്രധാന കാരണം തന്നെ കെ സുന്ദര മത്സരിച്ചാണ്. 2021 ആകുമ്പോഴേക്കും സ്ഥാനാർത്ഥിയായി വരുന്നു, പക്ഷേ പിന്നീട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ. നമ്മോടൊപ്പം കെ സുന്ദര തന്നെ ചേരുന്നു. എന്താണ് ഇത്തവണ മഞ്ചേശ്വരത്തിന്റെ ഒരു സാഹചര്യം? മത്സരിക്കുന്നുണ്ട് അവിടെ പുരോഗതി ആയിട്ടില്ല. നമ്മളെ മണ്ഡലം ഇപ്പോൾ ആര് ജയിച്ച MLA ആയിട്ട് ആരും പുരോഗതി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ഞങ്ങൾക്ക് നമ്മളെ ഒരു SC കാസ്റ്റായ കൊണ്ട് അവിടെ ആ മണ്ഡലത്തിൽ ജയിച്ചെങ്കിൽ അവിടെ പുരോഗതിയാക്കാൻ പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ബസ് സൗകര്യമെല്ലാം കുറവ്. അപ്പോൾ നമ്മൾ ആ മണ്ഡലത്തിൽ സൗകര്യത്തിന് ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ എൻ്റെ ജനങ്ങളെല്ലാം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ പഞ്ചായത്തിലെല്ലാം അന്വേഷിച്ചൊക്കെ ആയിക്കൊണ്ടുണ്ട്. ആ മണ്ഡലത്ത് അന്വേഷിച്ചാൽ പൂർത്തിയായ പിന്നെ മണ്ഡല മത്സരത്തിലുണ്ടാവും. ഇത്തവണ കെ സുരേന്ദ്രൻ തന്നെയാണ് വരുന്നത്. കെ സുന്ദര പേര് എനിക്ക് ആരോട് താല്പര്യമൊന്നുമില്ല, ആരോട് വിരോധമൊന്നുമില്ല. അത് ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. ഇത്തവണ ഏതായാലും മത്സരിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ മണ്ഡലത്തിൽ പറഞ്ഞ പോലെ ചെയ്യും. നേരത്തെ 2016 2021 നമ്മളെ കേസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിനെ കുറിച്ച് എന്താണ്? അതിന് എന്ത് പറയാനില്ല, അതിലെന്ത് പറ്റും പറയാൻ. ഇപ്പോൾ സുന്ദര യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ ഈ നായനാർ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി അകത്ത് തന്നെ. ഈ KR ജയന്റെയാണ് CPMന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് ഇതല്ല നമ്മൾ എന്ത് പറയാനില്ല. എന്തായാലും ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാവും. എന്തായാലും ഇത്തവണയും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് കെ സുന്ദര പറയുന്നത്. ഏതായാലും സുരേന്ദ്രന് വെല്ലുവിളിയായി തന്നെ അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ അറിയാം സുന്ദരയുടെ നീക്കങ്ങൾ. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. CPM പ്രവർത്തകൻ ഇരിട്ടി പുന്നാട് യാക്കൂബിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി. 5 RSS BJP പ്രവർത്തകരുടെ ജീവപര്യന്തം ശിക്ഷാവിധിയാണ് ശരിവെച്ചത്. തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ശരിവെച്ചത്. 2003 ജൂൺ 13 രാത്രിയാണ് യാക്കൂബിനെ പ്രതികൾ ബോംബെറിഞ്ഞു കൊന്നത്. ശ്വേതാ മേനോനെതിരായ ക്രിമിനൽ കേസ് ഹൈക്കോടതി റദ്ദാക്കി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസാണ് ജസ്റ്റിസ് CS ഡയസ് റദ്ദാക്കിയത്. FIR-ൽ പറഞ്ഞ വകുപ്പുകൾ നിലനിൽക്കില്ല എന്നും പരാതിക്കാരൻ ഗൂഢലക്ഷ്യത്തോടെയും വ്യക്തിവൈരാഗ്യത്തിന്റെയും പേരിലാണ് കേസ് നൽകിയതെന്നും കോടതി കണ്ടെത്തി. അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കൊടുത്ത പരാതി ദുരുദ്ദേശപരമാണെന്ന് വ്യക്തമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇടുക്കി ചിന്നക്കനാലിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ചിന്നക്കനാൽ പഞ്ചായത്തിൽ 4 തലമുറകളായി താമസിച്ചു വരുന്ന തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നുവെന്നാരോപിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ഉദ്യോഗസ്ഥരുടെ സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ചിന്നക്കനാലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ NOC ആവശ്യമുണ്ട്. ഇത് ലഭിക്കാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ പോലും വീടുകൾ നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വൈദ്യുതി കണക്ഷൻ ലഭിക്കണമെങ്കിൽ പോലും റവന്യൂ വകുപ്പിന്റെ അനുമതി നിർബന്ധമാണെന്നും അതും പലർക്കും ലഭിക്കുന്നില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. 3-4 തലമുറകളായിട്ട് ജീവിച്ചു വരുന്ന നമ്മുടെ തോട്ടം തൊഴിലാളികൾ, അവർക്ക് ലൈഫിൽ ഒരു വീട് കിട്ടിയാൽ അതിന് NOC കൊടുക്കാനോ മറ്റു പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് എല്ലാത്തിനും ഈ ചിന്നക്കനാൽ പഞ്ചായത്തിനെ അപേക്ഷിച്ച് അവർക്ക് ഒന്നിനും ഒരു മേഖലയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തോട്ടം തൊഴിലാളികൾ പണിയെടുത്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ആ ലൈൻസിന്റെ വീടുകളേ ഉള്ളൂ. അവിടുത്തെ അവരുടെ റിട്ടയർമെന്റ് കഴിഞ്ഞ് അവർക്ക് കയറി കിടക്കാൻ ഒരു കുടിലെന്ന് പറയുന്ന അവർക്കില്ല. അപ്പൊ ലൈഫ് മുഖാന നമ്മൾ വീടുകൾ കൊടുത്തിട്ട് അതിന് NOC കിട്ടുകയോ അതിന് മറ്റു ആനുകൂല്യങ്ങൾ കിട്ടുവാനോ സാധിക്കുന്നില്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവരുടെ ഏകാധിപത്യം അവസാനിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നാട്ടുകാർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ടെന്റ് പോലുള്ള താൽക്കാലിക നിർമ്മിതികൾക്ക് പോലും റവന്യൂ വകുപ്പ് അനുമതി നൽകുന്നില്ല എന്നാണ് ആരോപണം. ഇതിന്റെ ഫലമായി ഹോം സ്റ്റേ, സാഹസിക വിനോദസഞ്ചാര പദ്ധതികൾ തുടങ്ങി ടൂറിസം പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഒരു തൊഴിലാളിക്കും വീട് വയ്ക്കാനുള്ള സൗകര്യമോ സ്ഥലമോ കണ്ടെത്തി ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ ഇപ്പോൾ റിട്ടയർഡ് 60 കൊല്ലമായിട്ട് റിട്ടയർഡ് കഴിയുവാണെങ്കിൽ വീടടയ്ക്കാതെ ഇപ്പോൾ 10 കൊല്ലമായിട്ട് ക്രാച്ചുറ്റി മേടിക്കാതെ തന്നെ അവിടെ നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ കമ്പനിക്കാർ തന്നെ ഇപ്പോൾ IP-യിലേക്ക് പരാതി പറഞ്ഞ്
പാലക്കാട്ടിലേക്ക് പോയി കോടതിയിൽ പോയി പൈസ സമർപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. വീട് ഒളിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റ് തന്നെ അവിടെ കൊടുക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ തോട്ടം തൊഴിലാളികൾ വീടും സ്ഥലമും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ 60 കൊല്ലം പണിതിട്ട് ഈ പൈസ തന്നെ പോയി കോടതിയിൽ പോയി മേടിക്കുന്ന സംവിധാനമാണ് കമ്പനിക്കാരും ചെയ്യുന്നത്. അപ്പോൾ തോട്ടം തൊഴിലാളികൾ ഇടയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതിൻ്റെ തകുന്ന തീരുമാനം വേണം. ചില പരിസ്ഥിതി സംഘടനകൾ ഇടപെട്ട് മുത്തമ്മ കോളനി ഉൾപ്പെടെ ചില പ്രദേശങ്ങളിലെ പട്ടയങ്ങൾ റദ്ദാക്കാൻ ശ്രമം നടത്തുകയാണെന്ന ആശങ്കയും പങ്കുവയ്ക്കപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം വ്യാപാരി സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ, പ്രദേശവാസികൾ എന്നിവരും സമരത്തിൽ പങ്കുചേരുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിൽ ദേശീയപാത നിർമ്മാണത്തിൽ അപാകതയെന്നാരോപിച്ച് നാട്ടുകാർ മുൻപ് നിശ്ചയിച്ചിരുന്ന അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാണ് നിർമ്മാണമെന്നാണ് പരാതി. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഭാഗത്തെ നിർമ്മാണത്തെ സംബന്ധിച്ചാണ് ആരോപണം. മുൻപ് പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന ഭാഗത്തുകൂടിയായിരുന്നു അലൈൻമെന്റ്. എന്നാൽ പുറമ്പോക്കിൽ നിൽക്കുന്ന ഇത്തരം കെട്ടിടങ്ങൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നത് റോഡിന്റെ വീതി കുറയ്ക്കും എന്നാണ് ആരോപണം. അതോടൊപ്പം എതിർഭാഗത്തെ സാധാരണക്കാരുടെ ഭൂമി ഏറ്റെടുക്കേണ്ടതായും വരും. റിട്ടയർഡ് ജില്ലാ കളക്ടർ ഇവിടെ വന്ന് 2-ാം മൈലിൽ വന്ന് NH-കാരുമായിട്ട് വിഷയമുണ്ടാക്കുകയും പുറമ്പോക്ക് സംരക്ഷിച്ച്, അതായത് സാധാരണക്കാരായ ആളുകളെ ഉപദ്രവിക്കാനുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രവർത്തനവുമായി മുമ്പോട്ട് NH പോകാനുള്ള ഒരു താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മറികടക്കേണ്ടതായിട്ട് വരും. നിലവിൽ ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ മുഴുവൻ രേഖകളും വെച്ച് റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ പുറമ്പോക്ക് കയ്യേറിയിരിക്കുന്നത് പഞ്ചായത്താണെന്നും ഈ പഞ്ചായത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെടുക്കുന്ന നിലപാടുകൾ മാറ്റണമെന്നും NH-നെതിരെ ശക്തമായ നടപടി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുറമ്പോക്ക് ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാതെ സാധാരണക്കാരുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ആരോപണം. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിലെ പ്രമുഖ വെഡ്ഡിംഗ് കളക്ഷനായ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷനിലെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. സംസാരശേഷിയും ശ്രവണശേഷിയും ഇല്ലാത്ത തങ്ങളുടെ ജീവനക്കാരിക്ക് സഹപ്രവർത്തകരും മാനേജ്മെന്റും ചേർന്ന് നൽകിയ അപ്രതീക്ഷിത സമ്മാനമാണ് ഈ വൈറൽ വീഡിയോയ്ക്ക്. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിലെ സ്റ്റാഫായ നിത്യയുടെ പുഞ്ചിരിക്ക് ഇന്ന് സംഗീതത്തെക്കാൾ മധുരമാണ്. സംസാരശേഷിയും ശ്രവണശേഷിയുമില്ലാത്ത നിത്യയെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞു പോയ വനിതാ ദിനം ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒന്നായി മാറി. വനിതാ ദിനത്തിൽ നിത്യയ്ക്ക് സഹപ്രവർത്തകരും മാനേജ്മെന്റും ചേർന്ന് നൽകിയത് ഒരു അപ്രതീക്ഷിത സമ്മാനം. ശബ്ദങ്ങളുടെ ലോകത്തു നിന്ന് അകന്നു നിൽക്കുമ്പോഴും പുഞ്ചിരി കൊണ്ടും ജോലിയിലെ ആത്മാർത്ഥത കൊണ്ടും സ്ഥാപനത്തിന്റെ പ്രിയങ്കരിയായി നിത്യമാറി. അതുകൊണ്ട് തന്നെ വനിതാ ദിനത്തിൽ അവളുടെ വലിയൊരു സ്വപ്നമാണ് സഹപ്രവർത്തകർ പൂവണിയിച്ചത്. കേൾവിശക്തിക്കായി അത്യാധുനികമായ ഒരു ഹിയറിംഗ് എയ്ഡാണ് ഇവർ നിത്യയ്ക്ക് സമ്മാനമായി നൽകിയത്. ഏറ്റവും സന്തോഷം ഏറ്റവും ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി കൊടുക്കുവാണ്. കാരണം പലപ്പോഴും ജോലി അന്വേഷിച്ച് വരുമ്പോൾ ഒരു 6000 രൂപയെങ്കിലും മാസം കിട്ടാനുള്ള വകുപ്പുണ്ടോ, എന്തെങ്കിലും ഒരു കൂലി ജോലി വരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിത്യവും ധാരാളം ആളുകളോട് പലരും മുഖേന എന്നെ സമീപിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ധാരാളം കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും മനസ്സിനിഷ്ടം ഏറ്റവും ചെറിയ വേതനത്തിനെങ്കിലും ഒരു ജോലി കൊടുക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെങ്കിൽ ആ പണം 100% കുടുംബത്തിന് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ രോഗത്തിന് വേണ്ടിയിട്ടോ ഒക്കെ വിനിയോഗിക്കുന്ന പൈസയായിരിക്കും. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു സ്ത്രീകളുടെ കിട്ടുന്ന 90% കിട്ടുന്ന സ്ത്രീകളുടെ കിട്ടുന്ന പണവും അത് കുടുംബത്തിലേക്ക് പോകുള്ളൂ, അതോടൊപ്പം എഴുന്നേറ്റ് പോകാറില്ല. ഹിയറിംഗ് എയ്ഡ് ചെവിയിൽ വെച്ചപ്പോൾ തങ്ങളുടെ സഹപ്രവർത്തകരുടെ മുഖത്ത് വിരിഞ്ഞ വിസ്മയവും സന്തോഷവും കണ്ടുനിന്നവരുടെ കണ്ണുകളെപ്പോലും ഈർന്നണിയിച്ചു. തന്റെ ചുറ്റുമുള്ളവരുടെ ശബ്ദങ്ങൾ ആദ്യമായി കേട്ടപ്പോൾ നിത്യയുടെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായി. ന്യൂസ് 18 തൊടുപുഴ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,915 രൂപ, പവന്
1,19,320 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,310 രൂപ, പവന് 98,480 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ, കിലോയ്ക്ക് 2,90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.